അല്ല ഗൈസ്, അങ്ങനെ നമ്മുടെ നെടുമങ്ങാടും KFC എത്തിയിരിക്കുകയാണ്. KFC നമുക്കറിയാം, ലോകമെമ്പാടും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് KFC ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ നെടുമങ്ങാടും എത്തിയിട്ടുണ്ട്. നമ്മളത് കഴിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിനകത്തോട്ട് കയറി, ഷോപ്പിനകത്ത് നിൽക്കുകയാണ്. ഒരു ക്യൂവിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ സാധനങ്ങൾ ഓർഡർ എടുക്കാനായിട്ടൊരു ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ നിൽക്കണം. അങ്ങനെ ക്യൂവിൽ ഒരു അരമുക്കാൽ മണിക്കൂർ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതിനുശേഷം പിന്നെയും ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ നിൽക്കണം, ഇതെല്ലാം നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ഒരു അവിഞ്ഞ അവസ്ഥയായിരുന്നു. എന്നാലും നമ്മൾ ക്ഷമിച്ച് എങ്ങനെയാലും ഒരു മണിക്കൂറെങ്കിലും അവിടെ വെയിറ്റ് ചെയ്താണ്. സാധനങ്ങളൊക്കെ കിട്ടി നമ്മൾ എന്താ പറയുക, ഇനി കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. നമ്മളിങ്ങനെ KFC ചിക്കൻ എന്നുള്ളൊരു ഭയങ്കര ഒരു സംഭവം നമ്മുടെ നെടുമങ്ങാട് വന്നപ്പോഴത്തേനും പ്രത്യേക ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിക്കുമ്പോൾ ഉണ്ടോയെന്ന് ഇനി കഴിച്ച് നോക്കിയിട്ട് വേണം ഇനി പറയാനായിട്ട്. ആദ്യം തന്നെ ഒരു ലെഗ് പീസൊക്കെ എടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ച്, പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരു ടൊമാറ്റോ സോസാണെന്ന് തോന്നുന്നു, അതിനെയും പൊട്ടിച്ച് അതിൻ്റെ മീതെ കൂടെയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ വീഴ്ത്തി, പിന്നെ എന്താ ഒരു മയണൈസ് ആണെന്ന് തോന്നുന്നു, അതും മുക്കി നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്യാണ്. കൊള്ളാം. വേറെ ഇങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര മോശവും പറയാനില്ല, ഭയങ്കര വലിയ സംഭവമാണെന്നൊന്നും പറയാനില്ല. പിന്നെ അതൊരു സിനിമയിൽ പറയുന്ന കണക്ക് എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു സാധനം നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് വലിയ ഭയങ്കര സംഭവം തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കാം. പെപ്സിക്കൊക്കെ അവർ 20 രൂപ കൂടുതൽ മേടിച്ച്. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരു തട്ടിക്കൂട്ടലൊരു എന്താ പറയുക, ഒരു അൺപ്രൊഫഷണൽ രീതിയിലായിട്ട് എനിക്ക് തോന്നി മറ്റതൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ KFC നിന്ന് ഫുഡൊക്കെ കഴിച്ച് എന്താ ഫുള്ള് കഴിച്ച് തീർന്നിട്ടുണ്ട്. എനിക്ക് വലിയ ഗുണവും തോന്നിയില്ല, വലിയ മെച്ചവും തോന്നിയൊന്നുമില്ല. പക്ഷെ ഫുള്ള് കഴിച്ച് തീർത്ത്. ഓർഡർ ചെയ്തില്ല, എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് എല്ലാം. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല. എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. ബാക്കിയുള്ള KFCയിലൊക്കെ പോയടുത്ത് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇവിടെ കിട്ടിയില്ല. സത്യമായിട്ടും അല്ല, ഞാൻ മുമ്പേ പണ്ട് മറ്റേ ദുബായിലേക്ക് പോയപ്പോഴത്തേനും അവിടുത്തെ KFC അത്ര ഇല്ല ഇവിടെ. എന്നാലും കുഴപ്പമില്ല. നെടുമങ്ങാട് ആദ്യമായിട്ട് വന്നില്ലേ, കുറേ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട്. അവിടെ പെപ്സി മറ്റേ പേപ്പർ കപ്പിൽ ചോദിച്ചപ്പോഴത്തേനും, പേപ്പർ കപ്പിലല്ല പറഞ്ഞത്, വേറെ ഫില്ല് ചെയ്യേണ്ട സാധനം അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മെഷീൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണെന്ന് 20 കൂടുതൽ മേടിച്ച്. പിന്നെ കുഴപ്പമില്ല. അപ്പം അതെ, എൻ്റെ സ്വന്തം ചിലവായിരുന്നു. ക്യാമറ ബേക്കിൽ എൻ്റെ ചേച്ചിയാണ് ഇരുന്ന് എന്തൊക്കെയോ പൊലമ്പുകയാണ്, വെറുതെ ഇരുന്ന് പൊലമ്പുകയാണ്. അതെ 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 അതെ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാം. ബൈ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ പോവാം. ബൈ. തൃപ്തിയായി.